ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്ന ഒരു ഒക്കെ വസ്തു ഉടമകളെ കുറിച്ചാണ്. കൂടുതലും ചെറുകിട വസ്തു ഉടമകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ മേടിച്ചിട്ടിരിക്കുന്നവർ, തീരെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ഇതൊക്കെ വിൽക്കാൻ ബുദ്ധിമുട്ടുന്ന അങ്ങനെ ഒത്തിരി ആൾക്കാരെ പറ്റി നമ്മൾ സംസാരിക്കുന്നു. കാരണം ഒന്ന്, മൻമോഹൻ സിംഗ് സർക്കാർ, UPA സർക്കാർ വന്നിട്ട് ആസിയാൻ കരാർ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റബ്ബറിനും മറ്റ് ചില വിളകൾക്കൊക്കെ വില ഇടിഞ്ഞു. അപ്പോൾ അങ്ങനെ ആസിയാൻ കരാർ കൊണ്ടുവന്നുകൊണ്ട് റബ്ബറിന് വില ഇടിഞ്ഞു. പക്ഷേ ഇത് വിരോധാഭാസം എന്നാന്ന് വെച്ചാൽ, ഇപ്പോഴും കർഷകർ വോട്ട് ചെയ്യുന്നത് UPA സർക്കാരിൻ്റെ ഭാഗമായിട്ടിരുന്ന കേരള കോൺഗ്രസിനും അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിനും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോഴും കർഷകർ വോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് കേരള കോൺഗ്രസ്സുകാരെ, ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും, ഒന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗവും, പിന്നെ മറ്റൊന്ന് കോൺഗ്രസ്സുകാരും UDF മൊത്തം ഈ റബ്ബർ കർഷകരെ ഏതാണ്ട് വലിയ സ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം ഇടയ്ക്കൊക്കെ വില കൂടുമെങ്കിലും അത് പിന്നെ വസ്തുവിന് വില ഇടിയാൻ കാര്യമുണ്ടായ നോട്ട് നിരോധനമായിരുന്നു. നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം കൊണ്ടും മറ്റു ചില സംഭവങ്ങൾ കൊണ്ടൊക്കെ വസ്തു ഉടമകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. പെട്ടെന്ന് വസ്തുവിന് വിലയിടിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അല്ലെങ്കിൽ തന്നെ 2012 തൊട്ട് വസ്തുവിന് 2012 ശേഷം വസ്തുവിന് വില കുറയുക എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ചും ഇതൊക്കെ വലിയ സിറ്റികളിലുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ ഡെഫിനറ്റ്ലി നോക്കി കഴിയുമ്പോഴത്തേക്ക് ഒരു സാധാരണ ഗ്രാമങ്ങളിലും ചെറിയ ഗ്രാമങ്ങളിലൊക്കെയാണ് വസ്തുവിന് വില ഇടിഞ്ഞത്. പിന്നെ ഈ റബ്ബർ കർഷകരെ അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കേരള കോൺഗ്രസ്സുകാർ രണ്ട് വിഭാഗം, ജോസഫും മാണി വിഭാഗവും, അതിൻ്റെ പുറകെ അവരുടെ ഇതിനു വേണ്ടി നടക്കുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ റബ്ബർ കർഷകർ പ്ലാന്റേഷനും 5 ഏക്കർ സ്ഥലമൊക്കെ ഉള്ളവരും, വലിയ പ്ലാന്റേഷനും ഉണ്ട്, ചെറുകിട കർഷകരുമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇത് ചിലരൊക്കെ മടിയന്മാരായിപ്പോയി, ചില കുടുംബങ്ങളെ മടിയന്മാരായിപ്പോയി. കാരണം റബ്ബറിനെ ആശ്രയിച്ച് ജീവിച്ച് റബ്ബർ രക്ഷിക്കുമെന്നോർത്ത് അവരിരുന്നു. പക്ഷേ റബ്ബറിന് വില അവർ ചെയ്തുകൊണ്ടിരുന്നില്ല. പിന്നെ റബ്ബർ വെട്ടാനായിട്ട് ആരെങ്കിലും വരും, ഇവർ തന്നെയൊന്നും ചെയ്തില്ല, റബ്ബർ വെട്ടാനായിട്ട് ആരെങ്കിലും വരും, അവർ റബ്ബർ ഷീറ്റാകും, എന്നിട്ട് ഇവരത് കൊണ്ടുപോയി വിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു കൂലിയും കൊടുക്കും, അത്രേ ഉള്ളൂ. അതിനുശേഷം എന്നാ സംഭവിച്ചു, ഈ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ അവരുടെ വേതനം കൂട്ടി, അവരുടെ വരുമാനം വേതനം കൂട്ടി. അപ്പം കുറച്ചുകൂടി ചിലവ് കൂടി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റബ്ബറിൻ്റെ വില ഇടിഞ്ഞു. ആസിയാൻ കരാറും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് വില ഇടിഞ്ഞു. അപ്പം ഈ മടിയന്മാരെ കുറേ മടിയന്മാരെ നല്ല അവരുടെ മടി മാറി ശരിക്കും പറഞ്ഞു. ഇപ്പോൾ അവർ അധ്വാനിച്ചാലേ ജീവിക്കാനൊക്കത്തുള്ളൂ, അങ്ങനെ ഒരു സാഹചര്യം വന്നു. അതുപോലെ തന്നെ റബ്ബർ നഴ്സറികളുടെ കാര്യം വന്നാൽ, ഇപ്പോൾ കേരളത്തിലല്ല അവരുടെ മെയിൻ കസ്റ്റമേഴ്സ് വരുന്നത്. അവർ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ
റബ്ബർ ബോർഡിൻ്റെ ഓരോ പദ്ധതികളുണ്ട്. അവിടുത്തെ തോട്ടങ്ങളിലൊക്കെയാണ് റബ്ബർ തൈകൾ